ഹാപ്പി വിഷു. ഗുഡ് മോർണിംഗ്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു ആരാ? ചക്കരേ വാ, മതി ഉറങ്ങിയ. ഇപ്പൊ നമ്മുടെ കണി കാണൽ പരിപാടികളെല്ലാം ഇങ്ങനെ കഴിഞ്ഞു. ഇനി അടുത്ത അമ്പലത്തിലൊക്കെ പോണം. അതിന്റെ ഒരുക്കങ്ങളൊക്കെ ഇനി കാണാം. എല്ലാവരും കണിയൊക്കെ കണ്ട് നല്ലൊരു ദിവസമായിരിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി വിഷു. മുമ്പറ്റി തൊഴുതേ ഒന്ന് മുമ്പറ്റി ഒന്ന് തൊഴുതേ തൊഴുതേ മുമ്പറ്റി എല്ലാം കണ്ടോ? കണ്ടോ ഫ്രൂട്ട്സൊക്കെ കണ്ടോ? ഇത് കണ്ടോ? പച്ചായും ഒക്കെ കണ്ടോ? എന്തുവാ മീനുട്ടി അച്ചായും ഒക്കെ കുളിച്ച് സുന്ദരി സുന്ദരനും ഒക്കെ ആയിട്ട് വന്ന് അച്ഛൻ്റെ മീനുട്ടിക്ക് കൈനീട്ടം കൊടുക്കുവാണ്. മീനുട്ടിയുടെ കയ്യിൽ നിന്ന് കൈനീട്ടമൊക്കെ വാങ്ങി ഞാനും വാങ്ങി. അത് കഴിഞ്ഞ് എന്താ പറയുന്നത്, ഞാനും കൊടുത്ത് കൈനീട്ടമൊക്കെ കൊടുത്ത്. ആള് ഇങ്ങനെ എന്താ പറയുന്നത് വാങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരും കയ്യിൽ നിന്ന്. പക്ഷെ പുറത്തുനിന്ന് ആരും കയ്യിൽ നിന്ന് പൈസ ഒന്നും വാങ്ങുന്നില്ലായിരുന്നു മീനുട്ടി. അപ്പോഴത്തേക്ക് കൈ നീട്ടത്തില്ല, വാങ്ങൂല അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൃഷ്ണൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മീനുട്ടിയെ കൃഷ്ണൻ അവിടെ സൈഡിലായിട്ട് പിടിച്ചിരുത്തി. അപ്പോഴത്തേക്ക് ആളിന് ഒരു താല്പര്യമില്ല. അതുകൊണ്ട് ഒരുമാതിരി വളിച്ച ചിരിയൊക്കെ പാസ്സാക്കി ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ വരമ്പത്തമ്പലത്തിൽ, നമ്മുടെ ഇവിടെ അടുത്തുള്ള അമ്പലമാണ്. അപ്പോൾ വരമ്പത്തമ്പലത്തിൽ പോയി തൊഴാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 3 പേരൂടെ റെഡിയായിട്ട് ഇറങ്ങി. അവിടെ തൊഴുതിട്ട് വന്നിട്ട് വേണം നമുക്കത് കഴിഞ്ഞ് പുതിയൊരു അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്കൂട്ടറിലാണ് പോയത്. മീനുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കൂട്ടറിലൊക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെ നേരെ നമ്മൾ അമ്പലത്തിലെത്തി. അവിടെ എത്തിയപ്പം ഒരുവിധം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നേരെ കയറി തൊഴുതു. ദേ അച്ഛനും മോളും കൂടി തൊഴാനായിട്ട് പോകുന്ന പോക്കൊക്കെ കണ്ടോ? നല്ല രസമുണ്ടായിരുന്നു. ആ പട്ടുപാവാടയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുണി നടത്തമൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ ഹലോ. അപ്പൊ ഞങ്ങള് ആദ്യം രാവിലെ വരമ്പത്തമ്പലത്തിൽ പോയി. അവിടെ പോയി തൊഴുതിട്ട് അച്ഛ കാണിക്കാം. അവിടെ പോയിട്ട് വന്ന് ഇനി അടുത്തത് പുതിയടുത്ത് അമ്പലത്തിലോട്ട് പോകുന്നു. പുതിയടുത്ത് അമ്പലത്തിൽ പോയിട്ട് വേണം അവിടുന്ന് ചേച്ചിയുടെ അടുത്ത് പോകണം, അമ്മയുടെ അടുത്ത് പോകണം. അങ്ങനെ കല്ലിപ്പാറു പുതിയടുത്ത് അമ്പലത്തിലെത്തി. അവിടെ നല്ല തിരക്കായിരുന്നു. ഭാഗ്യത്തിന് നമ്മൾ ചെല്ലുന്ന ആ ടൈമിൽ ക്യൂ ഇല്ലായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് തൊഴുതിട്ട് അങ്ങോട്ട് വെള്ളോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് വീണ്ടും വലിയൊരു നീണ്ട ക്യൂ ആയി. ഭാഗ്യത്തിന് ഞങ്ങൾ ചെന്നപ്പോൾ തിരക്കിലായിരുന്നു. അവിടെ നിന്ന് പിന്നെ നമ്മൾ പുതിയടുത്ത് അമ്പലത്തിന് അവിടെ നിന്ന് തൊട്ടടുത്താണ് നമ്മുടെ മെഡിക്കൽ സ്റ്റോറ്. അപ്പോൾ പിന്നെ നമ്മൾ നേരെ മെഡിക്കൽ സ്റ്റോറിലോട്ട് പോയി അപ്പൂപ്പന് ഹാപ്പി വിഷു ഒക്കെ പറഞ്ഞ് അപ്പൂപ്പൻ അന്നേരം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്ന് വിഷു കൈനീട്ടമൊക്കെ വാങ്ങി. അപ്പൂപ്പൻ ആദ്യമായിട്ട് ആണ് വിഷു കൈനീട്ടം മീനുട്ടിക്ക് നേരിട്ട് കൊടുക്കുന്നത്. ഈ കഴിഞ്ഞ 2 വർഷം അപ്പൂപ്പനില്ലായിരുന്നു. അപ്പം ഒരു വർഷം ഉണ്ടായിരുന്നു, അല്ല 2ാമത്തെ പ്രാവശ്യമാണ്. ആദ്യത്തെ പ്രാവശ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചേച്ചിയുടെ അടുത്തോട്ട് പോയി. അവിടെ ചെന്ന് ചേച്ചിക്ക് അടുത്ത് പോയി അവിടെ എല്ലാവർക്കും കൈനീട്ടമൊക്കെ കൊടുത്തു. കുറേ നേരം അവിടെയും കാര്യമൊക്കെ പറഞ്ഞിരുന്ന്. അപ്പയുടെയൊക്കെ കയ്യിൽ നിന്ന് കൈനീട്ടം മേടിക്കാനൊന്നും ഒരു മടിയില്ലായിരുന്നു മീനുട്ടിക്ക്. അപ്പയുടെ അമ്മമ്മയുടെ കയ്യിൽ നിന്നും എല്ലാവരുടെയും കയ്യിൽ നിന്ന് കൈനീട്ടമൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോകാനായിട്ട് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നേരെ ഇറങ്ങി. പിന്നെ അറിയാമല്ലോ ഒടുക്കത്തെ ചൂടാണ്. അപ്പോൾ അങ്ങോട്ട് പൊക്കോട്ടുമ്പോഴത്തേക്ക് ഭയങ്കര ചൂടായിട്ട് പൊന്ന്. അങ്ങനെ എന്തായാലും ഒരു കരിമീൻ ജ്യൂസ് കൊടുക്കുന്ന കട കണ്ടിട്ട് നമ്മൾ അവിടെ കയറി. അവിടെ 2 കരിമീൻ ജ്യൂസൊക്കെ പറഞ്ഞ് നല്ല ഫ്രഷായിട്ട് അടിപൊളി 2 കരിമീൻ ജ്യൂസൊക്കെ അടിച്ചു തന്ന എന്തായാലും സൂപ്പറായിരുന്നു അത്. അങ്ങനെ അതും വാങ്ങി അതും കുടിച്ചുകൊണ്ട് നമ്മൾ നേരെ അടുത്ത ഡെസ്റ്റിനേഷൻ ചൂനാട്ട് വല്യമ്മയുടെ വീട്ടിലോട്ട്. അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മൾ ഒരു ഉച്ചയൊക്കെ ആയി, 12:30 കഴിഞ്ഞാണ് അവിടെ എത്തിയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇതേ സായി ചേച്ചി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡി ആവുകയാണ്. ഇലയിൽ ആണ് സായിയുടെ ഫുഡ് കഴിപ്പൊക്കെ ഇന്ന്. അപ്പോൾ പരിപ്പും പപ്പടും അവിയലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കാനായിട്ട് പറയുവാണ്. ഞങ്ങൾ ഇച്ചിരി കഴിക്കാനായിട്ട് പുറകിലോട്ടാണ് ഫുഡൊക്കെ കഴിക്കാൻ. മീനുട്ടി അവിടെ നിന്ന് കഴിച്ചിട്ടാണ് വന്നത് ചേച്ചി എടുത്തുനിന്ന്. കുറച്ച് അവിടെ മീനുട്ടിക്ക് വിശപ്പില്ലാത്തതുകൊണ്ട് കഴിച്ചില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ സായി ചേച്ചി കഴിഞ്ഞ് തന്നോണ്ട് പുള്ളിക്കാരിയും കഴിച്ചു.
അത് കഴിഞ്ഞ് രണ്ടുപേരും ഭയങ്കര കളിയും കാര്യമൊക്കെ ആയിരുന്നു. അവർക്ക് കളിക്കാനായിട്ട് അങ്ങോട്ട് ടൈം കിട്ടിയില്ല. ഫുഡ് കഴിപ്പോൾ ആദ്യം കൂടി ചെല്ലുമ്പോൾ ഒന്ന് മിങ്കിളാവാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡും കാര്യമൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓടിക്കളിച്ച് ഇച്ചിരി നേരം ഒന്ന് കാര്യമൊക്കെ പറഞ്ഞ് എന്നിട്ട് നേരെ നമ്മൾ അവിടുന്ന് ഇറങ്ങി. അവിടുന്ന് നമ്മൾ നേരെ അടുത്ത അമ്മയുടെ അടുത്തോട്ട് പോകാനായിട്ട് ഇറങ്ങി. ചോമച്ചിയുടെ വീടാ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി നേരെ വീട് ചോമച്ചിയുടെ കയ്യിലോട്ട് ചെന്നിട്ടുണ്ട്. ചോമച്ചിയുടെ അടുത്ത് ചെന്ന് കാര്യമൊക്കെ പറയുന്നു. ഭയങ്കര നാണം കാര്യമൊക്കെയാണ്, ഒന്നും പറയണ്ട. അങ്ങനെയാണ് ഇവിടെ വീട് കണ്ടപ്പോഴത്തേക്ക് വഴിയൊക്കെ ആൾ നല്ലതായിട്ട് അറിയാം. നമ്മുടെ റോഡിലോട്ട് കയറുമ്പോഴേ പറയും ചോമച്ചി വീടെത്തി, ചോമച്ചി വീടെത്തി എന്നൊക്കെ പറയും. അപ്പം ചോമച്ചായിട്ട് കുറേ നേരം കണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ ഉറക്കമായിരുന്നു. ചേട്ടൻ്റെ അടുത്തോട്ട് പോയി ഞങ്ങൾ. ഒരു മോഡ് ഐസ്ക്രീം വാങ്ങിക്കാനാ. എന്തിനാ? ആ അപ്പായിക്കാലോ. കൊടുത്തില്ലയോ? കൊടുത്ത് അയ്യോ ഐസ്ക്രീം വാങ്ങിക്കാം കേട്ടോ. ഐസ്ക്രീം വാങ്ങിക്കാം. ഐസ്ക്രീം ചേട്ടാ പറഞ്ഞട്ടെ മമ്മി തന്നത്. ഐസ്ക്രീം ഒരുപാട് ഐസ്ക്രീം വാങ്ങിക്കാറുണ്ടല്ലോ. ഇത് ഞാനി തന്നതാ. ഞാനിയുടെ കഴിഞ്ഞിട്ടുവാ ബോംബെയിൽ ഞാനി തന്നതാ കേട്ടോ. നീ വാ. അയ്യോ ഇത് ചൈത്രയമ്മ തന്നത്. ഇത് കൈ വെച്ചു, ഈ കൈ പിടിച്ചു. ചൈത്രയമ്മ തന്നത്, വല്യമ്മ തന്നത്. എങ്ങോട്ട് വാ, നോക്ക് നോക്ക്. ചേട്ടായ അനിയത്തിയുടെ കെട്ടിപ്പിടിച്ച് കിടന്നു. അനിയത്തിയുടെ നാണ, അനിയത്തിക്ക് അങ്ങ് നാണവാ. എന്തിനാ ഉറക്കം വരുന്നു? മീനുട്ടിക്കും ചെള്ളയ്ക്ക് ഒരു പാട് വരുന്നുണ്ട്. അത് കുറയുന്നുണ്ട്. ക്രീം അവൾക്ക് കുറേ ദിവസം ഒരാഴ്ചത്തോളം മുഖത്ത് ക്രീം ഇടാൻ സമ്മതിക്കത്തില്ല. പോടാ. വാ ചിറ്റപ്പ എടുത്ത് പോ, കഴിഞ്ഞിട്ടും വേണ്ടായോ? വാ ചേട്ടാടെ വേണ്ട. വാ ചോറുണ്ടോ ചേച്ചാ? വാ എങ്കി അവര് വാ. നാമം മറന്നു. ഓ പയ്യ കാല് കാല്. കുഴപ്പമില്ല വിനേട്ടാ പുത്രനെ വന്ന്. വാ പാട്ട് വെക്കാം. നോടാ കാശ് എന്നാ കാശെന്നാ വന്നതിന്റെ ആവേശത്തിൽ ഇരിക്കുക. ഹാപ്പി വിഷു. അവനെന്റെ ആവശ്യം. ഉച്ചയ്ക്ക് നമുക്ക് ഫുഡ് പരിപ്പ്, പപ്പടം, മീൻകറി, മാങ്ങാച്ചാറ്, കാന്താരി മുളക് അച്ചാറിട്ടത്, തോരൻ, സാമ്പാർ, അങ്ങനെ എല്ലാമായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നമ്മളിങ്ങനെ പോകുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ ടാറ്റാ ബൈ, സീ യു.